എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു PYQൻ്റെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2023 PSC നടത്തിയ ഒരു എക്സാമിൻ്റെയാണ്. എന്താണ് കാറ്റഗറി നമ്പർ എത്രയാണ്? 2003 നടത്തിയ 202/2023 നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ ഫസ്റ്റ് സ്റ്റേജാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ഒരു എക്സാമാണ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 202/2023 നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യ പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കുറവേ ഉള്ളൂ, 1-2 മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ലൊരു എളുപ്പമുള്ള ചോദ്യമാണ്. അത്യാവശ്യം കട്ട് ഓഫും കൂടുതലായിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം തന്നെ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ നോക്കാം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഓക്കെ, അപ്പോൾ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അത് ലീലാതിലകമാണ്. ഓക്കെ, അടുത്ത വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം. നമ്മുടെ വിപണനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്താണ്? ഏതു രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് രാജ്യത്താണ്? നമ്മുടെ ചൈനയിലാണ്. ത്രീ ഗോർജസ് ഡാമാണത്. അപ്പോൾ ചൈനയാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? സാങ്കേതിക വിദ്യയാണോ, പരിസ്ഥിതിയാണോ, സംസ്കാരമാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല? ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? നമ്മുടെ ജീവജാലങ്ങൾ, നമ്മൾ മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ്? അത് പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയാണ്. സിമ്പിൾ ചോദ്യം, ലോജിക്ക് വെച്ച് അടിക്കാവുന്ന ചോദ്യമാണ്. പരിസ്ഥിതിയാണ്. ഓക്കെ, അടുത്ത 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആരാണ്? നമ്മുടെ ഈ വ്യക്തി ഇപ്പോൾ കളിക്കുന്നില്ല, വിരമിച്ച ആളാണ്. ഓക്കെ, ആരാണ് നമ്മുടെ മുൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജാണ്. ഓക്കെ, അപ്പോൾ 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് മിതാലി രാജ്. ഇപ്പം റിട്ടയർഡ് ആണ് ആള്. ഓക്കെ, PSC ഇങ്ങനെ ചോദിക്കാം, മിതാലി രാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. മിതാലി രാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. സിമ്പിൾ ചോദ്യം, ക്രിക്കറ്റ്. ഓക്കെ, അടുത്തെന്താണ്? ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ആ സമയത്ത് 2023 എക്സാം ആയിരുന്നുകൊണ്ട് 2021 ജ്ഞാനപീഠ പുരസ്കാരമാണ് ചോദിച്ചത്. 2021 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ദാമോദർ മൗസോ. 2021 ദാമോദർ മൗസോയ്ക്കാണ് ലഭിച്ചത്. ഓക്കെ, ദാമോദർ മൗസോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2024 നോക്കാം. ആരാണ്? 2024 വിനോദ് കുമാർ ശുക്ല. ഓക്കെ, അപ്പോൾ 2024 ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 ലഭിച്ചത്. അദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനപീഠമൊക്കെ ലഭിക്കുന്നത്, ഓർത്തു വെച്ചോ. ഓക്കെ, അപ്പോൾ 2024 ജ്ഞാനപീഠ ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്നാണ് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സാം 2023 ആയതുകൊണ്ടാണ് 2021 ജ്ഞാനപീഠം ചോദിച്ചത്. ഓക്കെ, അടുത്ത അതൊരു സിമ്പിൾ ചോദ്യം. ഓക്കെ, എവിടെയാണ് 1857 കലാപം? നമ്മുടെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു, 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപം എവിടെയാണ് ആരംഭിച്ചത്? അത് മീററ്റിലാണ്. എന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മെയ് 10 മീററ്റ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. മാസം ഡേറ്റും PSC ചോദിച്ചിട്ടുണ്ട്. മെയ് 10. ഓക്കെ, മെയ് 10 മീററ്റ്. ഓക്കെ, 857 കലാപം ആരംഭിച്ചവിടെയാണ് മീററ്റിലാണ്. 1857 മെയ് 10 എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ്. ഓക്കെ, അടുത്ത എന്നാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ഓക്കെ, എന്നാണ് ദേശീയ
ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് അത് ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 28-നാണ്. ആരുടെ? നമ്മുടെ CV രാമനുമായി ബന്ധപ്പെട്ട ദിവസമാണ്. CV രാമൻ എന്താണ്? രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ രാജ്യം ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ നൊബേൽ പ്രൈസ് കിട്ടി 1930. ഓക്കെ, അപ്പോൾ CV രാമന് നൊബേൽ പ്രൈസ് കിട്ടിയെന്നാണ് 1930-ലാണ്. CV രാമന് നൊബേൽ പ്രൈസ് കിട്ടുന്നത് 1930. ഓക്കെ, അപ്പോൾ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കാൻ എന്താണ് നമ്മുടെ രാമൻ എഫക്റ്റ് അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ എന്താണ് സ്മരണയ്ക്ക് വേണ്ടിയാണ് എന്താണ് നമ്മുടെ ഫെബ്രുവരി 28 എന്താണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിന് എന്നാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? 1930-ലാണ്. ഓക്കെ, അടുത്തെന്താണ്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN അസംബ്ലി പ്രഖ്യാപിച്ചത്? ഓക്കെ, ഏത് വർഷമാണ്? അതായത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് എന്നാണ്? ഏത് വർഷമാണ്? സി 2021. 2025 എന്തൊക്കെയാണ് UN വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്നത്? നമ്മുടെ ക്വാണ്ടം സയൻസ്, സഹകരണം പിന്നെന്താണ്? ഓക്കെ, 2025 എന്താണ്? ക്വാണ്ടം സയൻസ്, സഹകരണം, ഹിമാനി. ഓക്കെ, ഇതിൻ്റെ പിന്നെന്താണ്? ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഏതാണ്? 2021-ലാണ്. ഓക്കെ, അപ്പോൾ 2025 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? 2025 എന്താണ്? ഹിമാനികളുടെ വർഷം, ക്വാണ്ടം സയൻസ് പിന്നെന്താണ്? സഹകരണത്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് നമ്മൾ 2025 ആഘോഷിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? പീസ് ആൻഡ് ട്രസ്റ്റും കൂടെ ഉണ്ട്. പീസ് ആൻഡ് ട്രസ്റ്റ് എന്താണ്? പീസ് ആൻഡ് ട്രസ്റ്റും എന്താണ് 2025 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2025 ഏതാണ്? ഹിമാനി, ക്വാണ്ടം സയൻസ്, സഹകരണം, പിന്നെന്താണ്? പീസ് ആൻഡ് ട്രസ്റ്റും ഉണ്ട്. ഓക്കെ, 2026 എന്താണ്? നമ്മുടെ വനിതാ കർഷക വർഷമായിട്ടും പിന്നെന്താണ്? ഇത് ഓൾ ഇന്ത്യ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആയിട്ടും പിന്നെന്താണ്? റേഞ്ച് ലാൻഡുകളുടെ വർഷമായിട്ടും ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ 2025 ഏതൊക്കെ വർഷമായിട്ടാണ്? ഹിമാനി, ക്വാണ്ടം സയൻസ്, സഹകരണം, പിന്നെ എന്താണ്? പീസ് ആൻഡ് ട്രസ്റ്റും ഉണ്ട്. 2026 എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? വനിതാ കർഷകരുടെ വർഷം. പിന്നെ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. എന്താണ്? ഓൾ ഇന്ത്യസ് ഫോർ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പിന്നെ എന്താണ്? റേഞ്ച് ലാൻഡുകളുടെ വർഷമായിട്ടാണ് 2026 UN ആഘോഷിക്കുന്നത്. ഇതിൽ വനിതാ കർഷക വർഷം ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ കർഷക വർഷമായിട്ടാണ് 2026 ആഘോഷിക്കാൻ പോകുന്നത്. വനിതാ കർഷക വർഷം 2026. ഓക്കെ, അടുത്തെന്താണ്? ഇന്ത്യയുടെ അയൽ രാജ്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ്. എനിക്ക് തെറ്റാണ് വേണ്ടത്. ശരിയല്ലാത്തതാണ് എനിക്ക് വേണ്ടത്. ശരിയല്ലാത്തത്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ എന്താണ് ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് തെറ്റായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നവരാണ് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് ആരുമായിട്ടാണ് കരാതിർത്തി? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഗൾഫ് ഓഫ് മന്നാർ എന്താണ്? പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു. ശരിയാണ്. ഖൈബർ ചുരം എന്താണ്? ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം എന്താ ഇങ്ങനെ വന്ന് കിടക്കുകയാണെങ്കിൽ എന്താണ്? ഭൂട്ടാൻ ഇവിടെയാണ്, ഖൈബർ ചുരം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തെന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതി ഉള്ള രാജ്യം ഏതാണ്? ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇന്ത്യയേക്കാൾ എന്താണ് വിസ്തൃതി കൂടിയ രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ ബ്രസീലാണ്. നമുക്കറിയാം ഏറ്റവും വിസ്തൃതി കൂടി ഏതാണ്? റഷ്യയാണെന്നറിയാം. പിന്നെ ഏതാണ്? പിന്നെ കാനഡയാണ്. പിന്നെ ഏതാണ്? പിന്നെ ചൈനയാണ്. പിന്നെ USA ആണ്. പിന്നെ ഏതാണ്? പിന്നെ ബ്രസീലാണ്. പിന്നെ ഓസ്ട്രേലിയയാണ്. പിന്നെ ഇന്ത്യയാണ്. ഇന്ത്യ 7ാം സ്ഥാനത്താണ്. 8ാം സ്ഥാനത്ത് അർജൻറ്റീന. ഒന്ന് ഓർത്തു വച്ചോ.
മുമ്പ് കാലങ്ങളിൽ എന്താണ് LGSൻ്റെ ഒക്കെ ഒരു ചോദ്യമായിരുന്നു ഈ അർജൻറ്റീന എന്ന് പറയുന്നത്. ഓക്കെ, എത്രാം സ്ഥാനത്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നാം സ്ഥാനത്ത് റഷ്യ ആയിരുന്നു, രണ്ടാം സ്ഥാനത്ത് ഏതാണ് കാനഡയാണ്, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്ത് ചൈനയാണ്, പിന്നെ USA വരുന്നു, പിന്നെ ബ്രസീൽ വരുന്നു, പിന്നെ അർജൻറ്റീന വരുന്നു, പിന്നെ ഇന്ത്യ വരുന്നു, പിന്നെ എന്താണ് എട്ടാം സ്ഥാനത്ത് എന്താണ് അർജൻറ്റീന വരുന്നു എട്ടാം സ്ഥാനത്ത്, ഇന്ത്യ ഏഴാം സ്ഥാനത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ C ആണ് വരുന്നത്, ആൻസർ C ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിൽ, ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. നമ്മുടെ കേരളത്തിലുള്ള ആനമുടിയാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്താണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ എന്താണ് ആനമുടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത്, എന്താണ് ശുദ്ധജല തടാകമല്ലാത്ത ഏതാണ്? നമ്മുടെ സാമ്പാറാണ്. രാജസ്ഥാനിലെ സാമ്പാറാണ്. ബാക്കിയെല്ലാം എന്താണ് ശുദ്ധജല തടാകങ്ങളാണ്. സാമ്പാർ എന്താണ് ലവണ തടാകമാണ്. ഓക്കെ, ലവണാംശം കൂടിയ തടാകമാണ് സാമ്പാർ, ഉപ്പ് രസമാണ്. അതെവിടെയാണ്? രാജസ്ഥാനിലാണ് എന്താണ് സാമ്പാർ തടാകം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഊളാർ ഇടയ്ക്കല്ലേ, ഊളാർ തടാകം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാറിനെ പറ്റി 2 പോയിന്റ് നമുക്ക് പഠിക്കാം. ഇതെവിടെയാണ്? ഇത് ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര എന്ന് പറയുന്ന ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഊളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര എന്ന് പറയുന്ന ജില്ലയിലാണ്. ഇത് ഏത് താഴ്വരയിലാണ്? കാശ്മീർ താഴ്വരയിലാണ്. ഇത് 1990 റംസാർ ഉടമ്പടിയിൽ വന്നത്. റംസാർ പട്ടികയിൽ ഇടം നേടിയത് 1990 നമ്മുടെ ഇവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എന്താണ് തർക്കത്തിലുള്ളൊരു പ്രോജക്റ്റാണ് തുൾബുൾ പ്രോജക്റ്റ്. PSC ഇതൊരു ചോദിച്ചിട്ടില്ല, ഒന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ എന്താണ് ഊളാർ തടാകം ഈ ഓപ്ഷനിൽ കണ്ടപ്പോൾ എന്താണ് ഒരു പ്രത്യേകത തോന്നുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, സാമ്പാറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഊളാർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാർ എവിടെയാണ്? ഊളാർ ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര എന്ന് പറയുന്ന ജില്ലയിലാണ്, കാശ്മീർ താഴ്വരയിലാണ്. 1990 റംസാർ ഉടമ്പടിയിലോ എന്താണ് പട്ടികയിൽ ഉൾപ്പെട്ടു. പിന്നെ എന്താണ് തുൾബുൾ പ്രോജക്റ്റ് എന്താണ്? ഈ ഊളാർ തടാകത്തിൻ്റെ അടുത്തുള്ള ഊളാർ തടാകവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് തുൾബുൾ പ്രോജക്റ്റ്. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും തർക്കത്തിലാണ്, അതൊന്ന് ഓർത്ത് വെച്ചോ. ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ എന്താണ് സാമ്പാർ തടാകം എവിടെയാണ്? നമ്മുടെ രാജസ്ഥാനിലാണ് സാമ്പാർ തടാകം. അതൊരു ലവണ തടാകമാണ്. ഓക്കെ, അടുത്ത എന്താണ്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? അത് നർമ്മദയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? അത് നർമ്മദയിലാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്നാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല നമ്മുടെ ഒഡീഷയിൽ വന്ന ഇരുമ്പുരുക്ക് ശാലയാണ്. 1959 വന്ന ഇരുമ്പുരുക്ക് ശാല എവിടെയാണ്? അതേതാണ്? അത് റൂഖേലയാണ്. അത് കറക്റ്റ് സ്ഥലം പറയുന്നത് സുന്ദർഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, സുന്ദർഘട്ട്, അത് ചോദിച്ചിട്ടില്ല PSC, സുന്ദർഘട്ടിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജർമ്മനിയുടെ സഹായത്തോടെ 1959 ഒഡീഷയിൽ വന്ന ഇരുമ്പുരുക്ക് ശാലയാണ് റൂഖേല. ഒഡീഷയിൽ എവിടെയാണ്? എക്സാക്റ്റ് സുന്ദർഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1959. ഓക്കെ, 1959. ബൊക്കാറോ എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. USSRൻ്റെ സഹായത്തോടെ, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബ്രിട്ടൻ്റെ സഹായത്തോടെ. ഫിലായ് ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? 4 ഓപ്ഷൻ നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ബൊക്കാറോ എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്, USSRൻ്റെ സഹായത്തോടെയാണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബ്രിട്ടൻ്റെ സഹായത്തോടെ. ഫിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിൽ, അതും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. റൂഖേല എവിടെയാണ്? ഒഡീഷ, അത് ജർമ്മനിയുടെ സഹായത്തോടെ. ഇതിൽ ഏറ്റവും ലാഭത്തിൽ പോകുന്നത് എന്താണ്? ഫിലായ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് ഫിലായ് ആണ്. ഓർത്ത് വെച്ചോ, ഫിലായ് ആണ് ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? അത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, അപ്പോൾ കോർബ കൽക്കരിപ്പാടം എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലാണ്.
ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? നമ്മുടെ NW നാഷണൽ വാട്ടർ വേസ് എന്താണ്? ഈ പ്രിലിംസിന് എന്താണ്? പ്രിലിംസിന് മെയിൻസിന് കണ്ടിട്ടില്ല. പ്രിലിംസിന് എന്താണ് ആ ഒരു സ്റ്റേജ്, ഈ ഒന്നാമത്തെ സ്റ്റേജ് മുതൽ ബാക്കിയുള്ള സ്റ്റേജുകൾ എന്താണ്? NW1 എവിടെ ബന്ധിപ്പിക്കുന്നു, NW2 എവിടെ ബന്ധിപ്പിക്കുന്നു, പിന്നെ കൊല്ലം കോട്ടപ്പുറം നമ്മുടെ NW3 അത് തന്നെ പലതവണയായിട്ട് റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു ഹോട്ട് ടോപ്പിക്കാണ് എന്താണ് നാഷണൽ വാട്ടർ വേവ്സ്. അതാണ് അതിനെപ്പറ്റി നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൽ നമ്മളൊരു 3-4 ഹോട്ട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല ആ വീഡിയോ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ് ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത അതായത് NW2 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? സാദിയ, ധൂബ്രി, സാദിയ, ധൂബ്രി, സാദിയ, ധൂബ്രി. ദേശീയ ജലപാത എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? സാദിയ, ധൂബ്രി. ഹാൽദിയ, അലഹാബാദ് NW1 ആണ്. കൊല്ലം കോട്ടപ്പുറം NW3 ആണ്. കാക്കിനാട പുതുച്ചേരി എത്രയാണ്? NW4 ആണ്. സാദിയ, ധൂബ്രി NW2. അപ്പോൾ നമ്മൾ 4 പഠിച്ചു. NW1 എവിടെയാണ്? അലഹാബാദ്, ഹാൽഡിയ. NW1 അലഹാബാദ്, ഹാൽഡിയ. NW2 സാദിയ, ധൂബ്രി. NW2 സാദിയ, ധൂബ്രി. NW3 എവിടെയാണ്? കൊല്ലം കോട്ടപ്പുറം. NW3 കൊല്ലം കോട്ടപ്പുറം. കാക്കിനാട പുതുച്ചേരി NW4. കാക്കിനാട പുതുച്ചേരി NW4 ആണ്. ഓക്കെ, അടുത്തെന്താണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, നാഷണൽ റിമോട്ട് സെൻസിങ് എന്താണ് സെൻറ്ററിൻ്റെ ആസ്ഥാനം, NRSCയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ്. ഓക്കെ, സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്തെന്താണ്? നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? നറോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഉത്തർപ്രദേശിലാണ്, നമ്മുടെ യുപിയിലാണ്. നമുക്ക് ബാക്കി കുറച്ച് ആണവോർജ്ജ നിലയങ്ങൾ നോക്കാം. PSC ചോദിച്ചിട്ടുള്ളതാണ്. കൂടംകുളം എവിടെയാണ്? നമ്മുടെ തമിഴ്നാടാണ്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം തമിഴ്നാടാണ്. താരാപൂർ എവിടെയാണ്? താരാപൂർ MH മഹാരാഷ്ട്ര. താരാപൂർ MH മഹാരാഷ്ട്ര. റാവത്ത് ഫട്ട് എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. റാവത്ത് ഫട്ട് രാജസ്ഥാനിലാണ്. കൈഗ എവിടെയാണ്? കൈഗ കർണാടക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറയുന്നത്? നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാടാണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഫട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കൈഗ കർണാടക. ഓക്കെ, അടുത്തെന്താണ്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? വളരെ ബേസ് ചോദ്യം, എല്ലാവരും അടിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ജനഗണമന ഏതാണ്? ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ടാഗോർ രചിച്ചത്. അത് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തത്? ഏതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ. ഓക്കെ, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന തെറ്റാണ് കണ്ടെത്തേണ്ടത്. തെറ്റിൻ്റെ ഒരു വരയിട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഓക്കെ, അപ്പോൾ തെറ്റിൻ്റെ അവിടെ ഞാൻ വരയിട്ടു. എന്താണ്? മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകം മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായത്? അത് നമ്മുടെ D ആണ്. നമ്മുടെ D ആണ്. ഓക്കെ, മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ നമുക്ക് കോടതിയിൽ പോകാം. ഓക്കെ, മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് തെറ്റായത്? എന്താണ്? മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ, ന്യായവാദത്തിന് അർഹമാണ്. നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട കോടതിയെ സമീപിക്കാൻ പറ്റും. ഓക്കെ, അടുത്തെന്താണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2005 ആണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് രാജ്കുമാർ ഗോയലാണ്. ഇപ്പോഴത്തെ എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ഇദ്ദേഹത്തെ നിയമിക്കുന്ന ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ്. രണ്ട് ബേസ് പോയിൻ്റാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. അദ്ദേഹത്തെ നിയമിക്കുന്ന ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, അടുത്തെന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ഓക്കെ,
അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓക്കെ, അപ്പോൾ മൗലിക കടമകൾ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടം കൊണ്ടത്. സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അമേരിക്കയിൽ നമുക്കറിയാം നമ്മുടെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, മൗലിക അവകാശങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നാണ്. ബ്രിട്ടനിൽ നമ്മളെന്താണ് പ്രധാനമന്ത്രി, ക്യാബിനറ്റ്, പാർലമെൻ്ററി സംവിധാനമൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് എന്താണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ എന്താണ് കാനഡയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും PSC പലതവണ ചോദിച്ച് തളർന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇത് പഠിച്ചു വെച്ചോ. ഇത് ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പോകരുത് എന്നാണ്. പ്രിലിംസിന് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചോദ്യം ഷുവർ ഷോർട്ടായിരിക്കും, മെയിൻസിന് ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 32 എന്നാണ്. ഭരണഘടന പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ബേസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. ഓക്കെ, അടുത്തെന്താണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര. ഓക്കെ, അടുത്തെന്താണ്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഓക്കെ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് എന്താണ് ഇതിൽ പെടുന്നില്ല. ഏതാണ്? നമ്മുടെ സ്വത്തവകാശമാണ്. ഏതാണ്? സ്വത്തവകാശം എന്താണ്? നിയമപരമായ അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ ബാക്കി മൂന്നും എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, അപ്പോൾ സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? നിയമപരമായ അവകാശമാണ്. അടുത്തെന്താണ്? ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷവും മാസവും ഡേറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? നമ്മുടെ 1947 ജൂലൈ 22. ഓക്കെ, അപ്പോൾ നമ്മുടെ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ച എന്നാണ്? 1947 ജൂലൈ 22. ഓക്കെ, അടുത്തെന്താണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? അത് നമ്മുടെ സംവാദ് കൗമുദിയാണ്. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയ് എന്താണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ്. ഓക്കെ, അടുത്തെന്താണ്? 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. നമ്മൾ SCRT എന്ന് വെച്ച ചോദ്യമാണ്. പഴയ SCRTയിലെ ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനം, കറക്റ്റ് പറഞ്ഞ രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനമാണ്. ഓക്കെ, അപ്പോൾ 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മാഡം ഫിക്കാജി ഗാമയാണ്. ഓക്കെ, വർഷം ഓർത്ത് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സ്ഥാപിച്ചത്? ആരാണ്? നമ്മുടെ പൊയ്കയിൽ കുമാരദേവൻ. എന്താണ്? കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ് സ്ഥാപിച്ചത്. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചതാണ് പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ്. ഓക്കെ, അടുത്തെന്താണ്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തം ആരാണ്? അത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓക്കെ, അടുത്തെന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഓക്കെ, അടുത്തെന്താണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. പിന്നീട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയായ തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഓക്കെ, അടുത്തെന്താണ്? കേരള ഗാന്ധി ആരാണ്? കേളപ്പൻ. വളരെ ബേസ് ചോദ്യം. ഓക്കെ, അപ്പോൾ കേരള ഗാന്ധി ആരാണ്? കേളപ്പൻ. അടുത്തെന്താണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണത്? നമ്മുടെ
ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അപ്പോൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഓക്കെ, ഇത് രണ്ടും നമ്മളെ സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കൃതികളാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം അതിലാണ് ചട്ടമ്പി സ്വാമികളുടെയാണ്. ആത്മോപദേശക ശതകവും ദൈവശതകവും ആരൊക്കെയാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ആരാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. അടുത്തെന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓക്കെ, അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മുതൽ 75 മീറ്റർ വരെ ഏത് വിഭാഗമാണ്? ഏതാണ്? നമ്മുടെ ഇടനാടാണ്. 7.5 മീറ്ററിന് താഴെ എന്താണ്? തീരപ്രദേശം. 7.5 മീറ്ററിന് താഴെ തീരപ്രദേശവും 75 മീറ്ററിന് മുകളിൽ എന്താണ്? നമ്മുടെ മലനാടുമാണ്. ഏറ്റവും കൂടുതൽ മലനാടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ എന്താണ്? അത് നമ്മുടെ ഇടനാടാണ്. 7.5 മീറ്റർ താഴെ തീരപ്രദേശവും 75 മീറ്ററിന് മുകളിൽ ഏതാണ്? അത് മലനാടുമാണ്. ഓക്കെ, അടുത്തെന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. ഓക്കെ, അടുത്തെന്താണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലെ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അടുത്തെന്താണ്? താഴെ പറഞ്ഞതിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? നമ്മുടെ വയനാട്. ഓക്കെ, നമ്മുടെ റെയിൽവേ സംവിധാനം ഇല്ലാത്ത കേരളത്തിലെ ജില്ലയാണ് വയനാട്. അടുത്തെന്താണ്? 43ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. എവിടെയാണ്? അത് ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരു എന്നാണ് ജനിച്ചത്? 1856 ഓഗസ്റ്റ് 20. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ്. എന്നാണ് 1856 ഓഗസ്റ്റ് 20. ഓക്കെ, കേരളത്തിലെ ദേശീയ ജലപാത. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? NW3. ഓക്കെ, അടുത്തെന്താണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് ഗൗരി പാർവതി ഭായ് ആണ്. ഓക്കെ, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം 924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എന്താണ് സവർണജാഥ നടത്തിയവരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അടുത്തെന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? അത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ആദ്യ സമരം ഏതാണ്? അത് നിസ്സഹകരണ സമരമാണ്. അത് ആദ്യത്തെ നിസ്സഹകരണ സമരം. ആദ്യം നിസ്സഹകരണ സമരം. അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ബഹുജന സമരം നിസ്സഹകരണം. അവസാനത്തത് ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ നെഹ്റു ഒക്കെ എന്താണ് അധ്യക്ഷനായ 929 ലാഹോർ സമ്മേളനം, 929 ലാഹോർ സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ചാണ്, അതായത് കറക്റ്റ് ഡേറ്റ് എന്താണ്? 929 ഡിസംബർ 31 എന്നാണ് രവി നദിക്കരയിലാണ് നമ്മുടെ നെഹ്റു എന്താണ് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് 29 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിൽ തന്നെ, അതായത് 929 ഡിസംബർ 31 രവി നദിക്കരയിൽ നെഹ്റു എന്താണ് ത്രിവർണ്ണ പതാക ഉയർത്തുകയും നമ്മുടെ 930 ജനുവരി 26 എന്താണ് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്ന് ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഈ ഒരു സമ്മേളനത്തിനാണ്. 930 ജനുവരി 26. ഓക്കെ, അപ്പോൾ രണ്ട് ഡേറ്റ് ഓർത്ത് വെച്ചോ. 929 ഡിസംബർ 31 രവി നദിക്കരയിൽ നെഹ്റു എന്താണ് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. 930 ജനുവരി 26 ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ എന്താണ്
ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തതും ഈ INC സമ്മേളനത്തിലാണ്. പിന്നെന്താണ് നമ്മുടെ നിസ്സഹകരണ പ്രമേയം പാസ്സാക്കിയതും ഈ സമ്മേളനത്തിലാണ്. നിസ്സഹകരണ പ്രമേയം എന്താണ് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള തീരുമാനമായതും എന്താണ് 29 ലാഹോർ സമ്മേളനത്തിലാണ്. ഓക്കെ, പൂർണ്ണ സ്വരാജാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പൂർണ്ണ സ്വരാജാണ് അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ സമ്മേളനത്തിലാണ്. അടുത്തെന്താണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ, സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ആദ്യ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ആരാണ്? യൂണിവേഴ്സിറ്റി കമ്മീഷൻ അറിയപ്പെടുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്തെന്താണ്? കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്താണ്? 957. കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 957 ആണ്. ഒരു സിമ്പിൾ ചോദ്യമാണ്. അടുത്തെന്താണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഓക്കെ, അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാരാണ്? നമ്മുടെ ജസ്റ്റിസ് ഫസൽ അലി. ഓക്കെ, ജസ്റ്റിസ് ഫസൽ അലി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ഇവിടെ നമ്മളവിടെ പറഞ്ഞു 1857 വിപ്ലവത്തിൻ്റെ ഒരു ചോദ്യം നമ്മൾ ആദ്യം കണ്ടില്ലേ? പൊട്ടിപ്പുറപ്പെട്ട എന്താണ് സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമേ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? നമ്മളെ മീററ്റ് 1857 മെയ് 10 എന്താണ്? മീററ്റിൽ മെയ് 10 മീററ്റ്. ഓക്കെ, മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. എന്താണ് ആരംഭിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഓക്കെ, ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ തീപ്പൊരി എവിടെയാണ്? അത് ബാരക്പൂറിലാണ് തീപ്പൊരി ഉണ്ടായത്, മംഗൾ പാണ്ഡെയായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്തെന്താണ്? കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. അതാണ് നമ്മുടെ പട്ടം താണുപിള്ള സർക്കാരിൻ്റെ കാലത്താണ് ഓണത്തെ എന്താണ് ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. പട്ടം താണുപിള്ള നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എന്താണ് ദേശീയ ഉത്സവമായി, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത്. ഈ ചോദ്യം ഇപ്പം അങ്ങനെ കണ്ടുവരുന്നില്ല. ഓക്കെ, അടുത്തെന്താണ്? വടക്കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കിഴക്കൻ മൺസൂൺ കാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. ഓക്കെ, അപ്പോൾ വടക്കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്ന ഏതാണ്? തുലാവർഷം. ഈ സമയത്ത് എന്താണ് നമുക്ക് പൊതുവെ എന്താണ് മഴ കുറവാണ്. തമിഴ്നാട്ടിലൊക്കെ എന്താണ് നല്ല മഴ ലഭിക്കുന്ന സമയമാണത്. ഓക്കെ, അടുത്തെന്താണ്? വരിക സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവാരാണ്? അംശി നാരായണപിള്ള. അപ്പോൾ വരിക സഹന സമരമായി എന്താണ് സ്വാതന്ത്ര്യ സമര ഗാനം രചിച്ചതാരാണ്? അത് അംശി നാരായണപിള്ള. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തെന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. എളുപ്പമുള്ള ചോദ്യം. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. ഓക്കെ, അടുത്തെന്താണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1861. കേരളത്തിലാദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം എന്നാണ്? 1861. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എവിടെയാണ്? അത് നമ്മുടെ പയ്യന്നൂരാണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട്ട് ഉണ്ടായിരുന്നു. കോഴിക്കോട്ട് ആരാണ് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. നമ്മുടെ കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് എന്താണ് നമ്മുടെ കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. എന്താണ്? പയ്യന്നൂരായിരുന്നു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ക്ഷയമുണ്ട്. വായുവിൽ കൂടെ പകരുന്നതാണ് ക്ഷയം. ഓക്കെ, പിന്നെന്തുണ്ട്? ടൈഫോയിഡ് വരുമോ? ടൈഫോയിഡ് വരില്ല. ചിക്കൻ ബോക്സ് വരുന്നു. എലിപ്പനി വരുമോ? എലിപ്പനി വരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതാണ് ആൻസർ? 1, 3 ആണ് വരുന്നത്. 1, 3 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ഷയവും ചിക്കൻ ബോക്സും വായിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ,
അടുത്തെന്താണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന ഏതാണ്? അത് കൊമ്പല്ലാണ്. അതെന്താണ്? കൊമ്പല്ലാണ്. കൊമ്പല്ല് എത്ര എണ്ണം ഉണ്ടടാ? എത്ര എണ്ണം ഉണ്ട്? കൊമ്പല്ല് 4 എണ്ണം ഉണ്ട്. കൊമ്പല്ല് 4 എണ്ണം. ചർവണകം എത്രയാണ്? ചർവണകം 12. അഗ്രചർവണകം 8. 8. ഉളിപ്പല്ല് എത്രയാണ്? ഉളിപ്പല്ല് 8. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സമവാക്യം പഠിച്ചു വെച്ചോളാം. ദന്ത സമവാക്യം എന്ന് പറയും. എത്രയാണ്? 21 23 21 23. ഈ ഒരു ദന്ത സമവാക്യം എന്താണ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. ഓക്കെ, നമ്മുടെ ദന്ത സമവാക്യം എത്രയാണ്? 21 23 21 23. അതൊന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, നമ്മുടെ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? അത് കോമ്പല്ലാണ്. കോമ്പല്ല് എത്ര? 4 കോമ്പല്ലുണ്ട്. ഉളിപ്പല്ല് എത്രയാണ്? ഉളിപ്പല്ല് 8. അഗ്രചർവണകം 8. എന്താണ്? ചർവണകം 12. ഓക്കെ, അടുത്തെന്താണ്? ഒരു പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ. ലിംഗാധിഷ്ഠിത അക്രമം അല്ലെങ്കിൽ എന്താണ് സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. ഏതാണ്? ഭൂമിക. അടുത്തെന്താണ്? സ്കർവി ഏത് വിറ്റമിൻ്റെ അപര്യാപ്ത രോഗമാണ്? സ്കർവി വിറ്റമിൻ സി. വിറ്റമിൻ എൻ്റെ എന്താണ്? റെറ്റിനോൾ. നമ്മൾ അറിയപ്പെടുന്ന വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? നിശാന്തത, സിറോഫ്താൽമിയ. ബി വഴി നമുക്ക് എന്താണ്? ബി കോംപ്ലക്സിലുണ്ട്, കുറേ ഉണ്ട്. ഏതാണ്? പെർനീഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, അതൊക്കെ എന്താണ്? ബി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ബെറിബെറി, പെല്ലഗ്ര ഒക്കെ എന്താണ്? ബി കോംപ്ലക്സ് ഒരുപാടില്ലേ? അതിൽ നിന്ന് അതായത് B1 B3 ഓക്കെ, B9 B12 B7. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് അപര്യാപ്ത രോഗങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വിറ്റമിൻ ഡിയുടെ ഏതാണ്? വിറ്റമിൻ ഡിയുടെ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ സിയുടെ കാൽസിഫെറോൾ വഴി നമുക്ക് എന്താണ്? കണ എന്ന രോഗം വരുന്നു. ഓക്കെ, അപ്പോൾ വിറ്റമിൻ ഡി കാൽസിഫെറോൾ നമ്മുടെ സൂര്യപ്രകാശത്തോടെ നമ്മൾ ലഭിക്കുന്ന എന്താണ്? വിറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. അതുവഴി ലഭിക്കുന്ന എന്താണ്? അതിൻ്റെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഓക്കെ, അസ്കോർബിക് ആസിഡാണ് വിറ്റമിൻ സി. വിറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് എന്താണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പേരാണ് പ്ലാസ്മ. ഓക്കെ, അപ്പോൾ രക്തത്തിൽ എത്ര ശതമാനമാണ് പ്ലാസ്മ? 55% പ്ലാസ്മ. 45% രക്തകോശങ്ങൾ. ഈ രക്തകോശങ്ങൾ കാണുന്നത് തന്നെ എവിടെയാണ്? പ്ലാസ്മയിലാണ്. ഈ രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് പ്ലാസ്മയിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? രക്തത്തിലെ ദ്രാവക ഭാഗം എന്താണ്? പ്ലാസ്മയാണ്. പ്ലാസ്മ എത്ര ശതമാനം? 55% പ്ലാസ്മയാണ്. ബാക്കി 45% രക്തകോശങ്ങളാണ്. ഈ രക്തകോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ പ്ലാസ്മയിലാണ്. പ്ലാസ്മയ്ക്ക് എന്താണ്? ഇളം മഞ്ഞ നിറം, മക്യോലിൻ്റെ നിറം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തെന്താണ്? താഴെ പറഞ്ഞത് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത്. നമുക്ക് അല്ലാത്തതാണ് വേണ്ടത്. ഓക്കെ, താഴെ പറഞ്ഞ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. ഓക്കെ, പവിത്ര നെല്ലിൻ്റെതാണ്. അനാമിക നെല്ലിൻ്റെ സങ്കര ഇനമാണോ? അല്ല. ഹെർസ നെല്ലിൻ്റെയാണ്. അർക്ക നെല്ലിൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? പവിത്ര, ഹെർസ 1 3 ആണ് വരുന്നത്. 1 3 ആണ് നെല്ലിൻ്റെ എന്താണ് സങ്കര ഇനമായി വരുന്നത്. നമുക്ക് വരാത്തതാണ് വേണ്ടത്. അപ്പോൾ എന്താണ്? 2 4 ആണ്. 2 4. ഓക്കെ, അപ്പോൾ 2 4 ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഈ അനാമിക അർക്കയൊക്കെ എന്താണ്? വെണ്ടയാണെന്ന് ഓർത്തോളാം. അനാമിക അർക്കയൊക്കെ എന്തിൻ്റെയാണ്? വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. ഓക്കെ, അടുത്തെന്താണ്? താഴെ പറയുന്നതിൽ ഇലകൾക്ക് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണകം. ഇലകൾക്ക് എന്താണ്? ചുമപ്പ് നിറം നൽകുന്ന വർണ്ണകം. ഓക്കെ, ഏതാണ്? ആന്തോസയാനിൻ. പർപ്പിളും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, പർപ്പിളും കൂടെ ഉണ്ടെന്ന് ഓർത്തോളാം. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ എന്താണ്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ആന്തോസയാനിനാണ്. സാന്തോഫിൽ എന്താണ്? മഞ്ഞയാണ്. മഞ്ഞയാണ് നൽകുന്നത്. ഓക്കെ, കരോട്ടിൻ എന്താണ്? മഞ്ഞ കലർന്ന ഓറഞ്ച്, അതായത് നമ്മുടെ ക്യാരറ്റിൻ്റെയൊക്കെ നിറമാണ്. അപ്പോൾ കരോട്ടിൻ നൽകുന്ന നിറം. ഓക്കെ, അപ്പോൾ എന്താണ്? ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനിനാണ്. സാന്തോഫിൽ മഞ്ഞയാണ്. ഓക്കെ, അടുത്തെന്താണ്? നമ്മൾ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? നമ്മുടെ പഴയ SCRT 5ാം ക്ലാസ്സിലുള്ള ഒരു പാഠത്തിലൊരുന്നാണ് ഒരു ബോക്സ് കൊടുത്തിരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയ കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. ഓക്കെ, അടുത്തെന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ്.
ഓക്കെ, അടുത്തെന്താണ് സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്താണ്? 984. അപ്പോൾ നമുക്ക് കുറച്ച് വർഷം നോക്കാം. സൈലൻറ്റ് വാലിയുടെ കുറച്ച് വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 914 എന്താണ് സൈലൻറ്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ 914 സൈലൻറ്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്തെന്താണ് നമ്മൾ പറഞ്ഞു 84 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം എന്നാണ് നടന്നത്? അത് 85 സെപ്റ്റംബർ 7 എന്താണ് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 84-ലും ഉദ്ഘാടനം ചെയ്തത് 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 914-ലാണ്. അടുത്തതാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007-ലാണ്. ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007-ലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൈലൻറ്റ് വാലി റിസർവ് വനമായത് 914. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 984 ഇന്ദിരാഗാന്ധിയാണ്. ഉദ്ഘാടനം ചെയ്ത ആരാണ്? അവരുടെ മകനായ രാജീവ് ഗാന്ധിയാണ്. 985 സെപ്റ്റംബർ 7. ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007-ലാണ്. പിന്നെ എന്താണ് സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗവുമാണ് നമ്മുടെ സൈലൻറ്റ് വാലി. അടുത്താണ് ഐസോടോപ്പുകളുടെ എന്താണ് ജോഡി കണ്ടെത്തുക. ഐസോടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. ഐസോടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമാണ് ഐസോടോപ്പുകൾ. ഐസോ ബാർ എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും. ഓക്കെ, അപ്പോൾ ഐസോടോപ്പുകളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേതാണ് ഐസോടോപ്പുകൾ നോക്കാം. ഓക്കെ, ഏതൊക്കെയാണെന്ന്. അതായത് ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. ഓക്കെ, ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഏതാണ്? നമ്മുടെ 71 C ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് നമ്മളിവിടെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം. മാസ് നമ്പർ എപ്പോഴും എന്താണ്? മുകളിലാണ് എഴുതുന്നത്. ഓക്കെ, മാസ് ആവണമെങ്കിൽ മുകളിൽ പോകണം. അറ്റോമിക് മാസ് മുകളിലാണ്, അറ്റോമിക് മാസ് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഐസോടോപ്പുകളിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഒരേ അറ്റോമിക് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റോമിക് മാസ് എപ്പോഴും എന്താണ്? മുകളിലാണ് എഴുതാനുള്ള. അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയാണ് എഴുതാനുള്ള. താഴെ. ഓക്കെ, മാസ് ആവണമെങ്കിൽ മുകളിൽ കയറണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ താഴെയാണ് എഴുതാനുള്ള. ഓക്കെ, അപ്പോൾ താഴെ അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് വരുന്നത് ഏതാണ്? C മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 6 വരുന്നു. താഴെ വേറെ സെയിം ആയിട്ട് വരുന്ന ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താണ് ഐസോടോപ്പ് ഏതാണെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എപ്പോഴും എന്താണ്? മൂലകങ്ങളുടെ പ്രതീകങ്ങളുടെ താഴെയാണ് എഴുതുന്നത്. അറ്റോമിക് മാസ് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഐസോടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആയിരിക്കും. ഐസോ ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അറ്റോമിക് മാസ് എപ്പോഴും സെയിം ആയിരിക്കും. എന്താണ്? അറ്റോമിക് നമ്പർ വ്യത്യസ്തമായിരിക്കും. അതാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐസോ ബാറിന് ഉദാഹരണം നോക്കാം. ഐസോ ബാർ എന്ന് പറയുമ്പോൾ മുകളിലല്ലേ സെയിം ആവേണ്ട ഏതൊക്കെ ഉണ്ട്? അവിടെ 2 ഉണ്ട് മുകളിൽ സെയിം ആയിട്ടുള്ളത്. ബിയും ഉണ്ട് ഡിയും ഉണ്ട്. ഓക്കെ, മുകളിൽ 14 താഴെ 40, താഴത്തേലും മുകളിൽ 40 തന്നെ. ഓക്കെ, ഐസോ ബാറിന് ഉദാഹരണം നമുക്ക് ബിയും ഡിയും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? നമുക്ക് കണ്ടെത്തേണ്ട ഐസോടോപ്പാണ്. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം. അറ്റോമിക് നമ്പർ താഴെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ്. 71 ഓപ്ഷൻ C ആണ്. അടുത്തെന്താണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഓക്കെ, അപ്പോൾ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മുടെ ലോഹ നിർമ്മാണം എന്ന പേരിൽ ഒരു നമ്മളെ പഴയ സ്കൂൾ ടെസ്റ്റിൽ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലൊരു പാഠമുണ്ട്, ലോഹ നിർമ്മാണം. ഓക്കെ, അതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ പറഞ്ഞത്? എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഓക്കെ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഓക്കെ, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ഓക്കെ, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഏതാണ് സാന്ദ്രണ മാർഗം? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തെന്താണ്? റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? നമ്മുടെ ലാന്തനോയിഡുകളാണ്. റെയർ എർത്തുകൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെ എന്നാണ്. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയാണ് ഇത് കാണപ്പെടുന്നത്. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് റെയർ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെ, ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ. അപ്പോൾ റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ അതാണ് ലാന്തനോയിഡുകൾ. അടുത്തതാണ് ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഡ്യൂറ്റീരിയം ഓക്സൈഡ്. നമ്മൾ D2O 74 ഏതാണ്? C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻറ്റിബയോട്ടിക്കുകളാണ്. അപ്പോൾ ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ആൻറ്റിബയോട്ടിക്കിന് ഉദാഹരണമാണ് ക്ലോറോഫെനിക്കോൾ.
അടുത്തെന്താണ്? തന്മാത്രയുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? അത് സംവഹനമാണ്. ഓക്കെ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് അതായത് എന്താണ്? നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഏതാണ്? മണ്ണെണ്ണയാണ്. ബാക്കി രണ്ട് നമ്മുടെ കാറ്റും തിരമാലയും സൗരോർജ്ജം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്. നമുക്ക് തീർന്നാലും എന്താണ്? അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം, കാരണം എന്താണ്? അത് തീരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മണ്ണെണ്ണ, നമ്മളെ പെട്രോളിയം പോലുള്ളവ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലിമിറ്റില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്താണ്? അത് തീർന്നു പോകും. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്താണ്? നമുക്ക് നാളത്തേക്കും കൂടെ അത് കാണും, തീർന്നു പോകത്തില്ല. ഓക്കെ, കാറ്റ്, തിരമാല, സൗരോർജ്ജമൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? മംഗൾയാൻ. ഓക്കെ, എന്താണ് മംഗൾയാൻ ലോഞ്ച് ചെയ്തത്? എന്നാണ്? 2013 നവംബർ 5-നാണ്. എന്താണ് ഒരു പ്രത്യേകത ഉണ്ട്? എന്താണ്? ഈ ചൊവ്വാ ദൗത്യത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുന്ന ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 4ാമത്തെ രാജ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ചൊവ്വാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ? നമ്മുടെ USA ഉണ്ട്, സോവിയറ്റ് യൂണിയനുണ്ട്, പിന്നെ എന്താണ്? യൂറോപ്യൻ യൂണിയനും. ഓക്കെ, സോവിയറ്റ് യൂണിയനും നമ്മുടെ USSR, നമ്മുടെ റഷ്യ, സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്ക് ശേഷം പിന്നെ യൂറോപ്യൻ യൂണിയന് ശേഷം എന്താണ്? ചൊവ്വാ ദൗത്യം വിജയകരമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, വേറൊരു കേസ് എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്താണ്? ചൊവ്വാ ദൗത്യം വിജയിപ്പിക്കുന്ന ആദ്യ രാജ്യം. ചൊവ്വാ ദൗത്യം വിജയിപ്പിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ. അടുത്ത എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? അത് അപവർത്തനമാണ്. അടുത്ത എന്താണ്? ലാസ്റ്റ് ചോദ്യം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ്? അത് ഭ്രമണമാണ്. നമ്മുടെ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, ഈ ഭൂമിയുടെ ഭ്രമണഫലമായി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മൾ ജിയോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായി എന്താണ്? നമുക്ക് പകലും രാത്രിയൊക്കെ ഉണ്ടാകും. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള പോയിന്റ് തന്നെയാണ്. പകലും രാത്രി ഉണ്ടാകുന്നു. പിന്നെന്താണ്? നമ്മുടെ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. കാലാവസ്ഥ പ്രതിഭാസം. പിന്നെന്താണ്? സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാവാൻ കാരണം. പിന്നെന്താണ്? നമ്മുടെ ഭൂമി എന്താണ് ഇങ്ങനെ നിത്യഹരിതമായി നിൽക്കാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോ, നമ്മുടെ ജിയോഗ്രഫി ഭാഗത്തു നിന്ന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഫലമായാണ് നമുക്ക് പകലും രാത്രി ഉണ്ടാകുന്നത്, കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്, സമുദ്രജല പ്രവാഹം ഉണ്ടാകുന്നത്, നമ്മുടെ ഭൂമി എന്താണ് നിത്യഹരിതമായി നിൽക്കാൻ കാരണം. ഈ സമുദ്രജല പ്രവാഹം എന്താണ്? നമ്മുടെ പഴയ സ്കൂൾ ടെസ്റ്റിലെ 9ാമത്തെ ചാപ്റ്റർ, സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങളിപ്പം ഇത് കാണുന്ന കുട്ടികൾ, നമ്മുടെ ഡിഗ്രി പ്രിലിംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരില്ലേ, നിങ്ങൾ പോകുമ്പോൾ ആ ഒരു പാഠം വായിക്കാതെ പോകരുത്. അതിലൊരു ബോക്സ് ഉണ്ട്, സമുദ്രജല പ്രവാഹം, ഓരോ സമുദ്രങ്ങളിലുള്ള ആ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചുകൊണ്ട്, നമ്മുടെ LDക്ക് വരെ ചോദിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. അതിപ്പം നമ്മുടെ 10th ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും അത് നോക്കിയിട്ട് പോകണം. അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പഴയ സ്കൂൾ ടെസ്റ്റ് എന്ന് പറഞ്ഞത് വിട്ട് കളയരുത്. 9ാം ക്ലാസ്സിലാണെന്നാണ് തോന്നുന്നത്. പാഠത്തിൻ്റെ പേര് സമുദ്രവും മനുഷ്യനും എന്നാണ്. അത് ലാസ്റ്റായിട്ടാണ് ഈ ഒരു ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാദിബോർഡ് LDCയുടെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ നോക്കിയത്. നല്ല എളുപ്പമുള്ള ചോദ്യമായിരുന്നു ഇത്. എല്ലാവരും അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യുന്നത്. ഇതിൻ്റെ മാത്സ് നല്ല എളുപ്പമായിരുന്നു. അത്യാവശ്യം സ്കോർ ചെയ്യുന്നത് 80-ന് പുറത്ത് എല്ലാവരും സ്കോർ ചെയ്യുന്നത്. മാത്സ് കൂടെ കൂട്ടിയിട്ടാണ് 80-ന് പുറത്ത് മിക്കുള്ളവരും സ്കോർ ചെയ്തതാണ്. കട്ട് ഓഫും ഉയർന്നതായിരുന്നു. നല്ലൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. മാക്സിമം PYQ എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പഠന നിലവാരം ഏതുവരെ എത്തി, നമ്മൾ ഏത് ലെവലിൽ എത്തി എന്നുള്ളത് PYQ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ബൈ.